ഞാനൊരു കൊറിയൻ ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കൊറിയൻ സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ അവരുടെ ഒരു ഫേസ് പാക്കാണ്, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൽ മെയിൻ താരം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാക്സ് സീഡ് ചണവെത്ത് എന്നൊക്കെ പറയില്ല അത്. പിന്നെ ഞാൻ എടുക്കുന്നത് നല്ല അരിപ്പൊടിയാണ് കേട്ടോ, നല്ല നാടൻ പൊടിയുടെ അത് എടുത്തോട്ടോ, റൈസ് പൗഡർ. അപ്പം 1 ടേബിൾ സ്പൂൺ ഞാൻ ഈ റൈസ് പൗഡറും ഫ്ലാക്സിഡ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൽ ഒത്തിരി സ്കിന്നിന് ബെനിഫിറ്റ്സ് തരുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെക്കുറിച്ച് പറയാം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ജാറിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ റോ മിൽക്ക്, അതായത് പച്ചപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. പച്ചപ്പാലെന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോപ്പർട്ടീസിനകത്തുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്ലെൻസിങ് ഏജൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ ഈ പാല്. അപ്പോൾ ആദ്യം മുഖത്തുള്ള ഡേർട്ടൊക്കെ ഒന്ന് ഫേസ് വാഷ് വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ ഒന്ന് തുടച്ച് കളയാം. മേക്കപ്പൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലായിക്കോട്ടെ കേട്ടോ, അതിലേക്ക് ഈ പൗഡർ മുഴുവൻ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് അത്യാവശ്യം ഒന്ന് നല്ലോണം ലൂസാവണ്ട, അതിപ്പോൾ കുറച്ച് ഞാനൊരു 3-4 ഡ്രോപ്സ്, 3-4 അല്ല 5-6 ഡ്രോപ്സ് ഞാൻ ഈ ഒരു റോസ് വാട്ടറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു പരുവത്തിലാവണം കേട്ടോ, അത് കൺസിസ്റ്റൻസി ഇങ്ങനെ ആവണം. എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് നല്ല കട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലാക്സ് സീഡാണെങ്കിലും പാലാണെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടിയാണെങ്കിലും കേട്ടോ, അരിപ്പൊടി നല്ലൊരു സ്ക്രബും കൂടെയാണ് മുഖത്ത്. അപ്പോൾ നമ്മൾ ഈ കൊറിയൻ സ്കിൻ കെയറിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാക്സ് സീഡും പാലും മിൽക്കും. ഇത് രണ്ടും സ്കിൻ വൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൊളേജൻ ഒരുപാട് ഇതിനകത്ത് ഫ്ലാക്സ് സീഡിനകത്തുണ്ട്. അപ്പോൾ സ്കിന്നിന് എല്ലാ ഗുണങ്ങളും, അതായത് ഒന്ന് ടൈറ്റ് ആവാനും സ്കിന്ന് നമ്മൾ റിങ്കിൾസ് വരാണ്ടിരിക്കാനും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊളേജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ബയോട്ടിനും കൊളേജനൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് പൊടിച്ചിട്ട് 1 സ്പൂൺ തേനിൽ ഡെയിലി കഴിക്കണം, നല്ലതാണ് കേട്ടോ. വെറുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, അങ്ങനെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും മുഖത്ത് മാത്രം ഇട്ടാൽ പോരാ ഫേസ് പാക്ക്, അകത്തേക്കും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. ആവശ്യമുള്ള വെള്ളം 10-8-9 ഗ്ലാസ് വെള്ളം, അതേപോലെ തന്നെ നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ, ചീര പോലത്തെ വിറ്റമിൻ സി ഉള്ള ഓറഞ്ച്, അങ്ങനത്തെ പല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കണം. ബയോട്ടിനും കോളേജനും അതേപോലെ തന്നെ വിറ്റമിൻ സി ഒക്കെയാണ്. വിറ്റമിൻ എ, അത് കുറേ പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആഹാരം കഴിക്കാം, അത്രേ ഉള്ളൂ. അതുകൂടെ തന്നെ ഇതും ഒരു ആഴ്ചയിൽ 2-3 തവണ ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരു ആഴ്ചയിൽ 3 തവണ കിട്ടാൻ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.